ഇറ്റ്സ് മീ ഷെൽമി. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഗൂഗിൾ ഓഫീസിലാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ത്രില്ലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടാണ് കേട്ടോ നമ്മളിങ്ങോട്ട് വന്നത്. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്ററായ കുറച്ച് പേർക്കൊക്കെ ഇവിടുന്ന് ഇൻവിറ്റേഷൻ വന്നപ്പോൾ അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന കുറേ ഫേസുകളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അടിപൊളി പ്രോഗ്രാമാണെന്ന് വിചാരിക്കുന്നു. ഒരു 10:30 തൊട്ട് 6:30 വരെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചേക്കാം. അപ്പോൾ നമ്മൾ കുറേ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. എന്തൊക്കെ സംഭവങ്ങളാണ് ഒക്കെ അകത്ത് ചെന്നിട്ട് നോക്കാം നമുക്ക്. പിന്നെ ഈ ബാക്കിൽ കാണുന്നത് എൻട്രി ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മുടെ ID കാർഡ് വെച്ചിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ഓപ്ഷൻ. ഭയങ്കര സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവരൊക്കെ എൻട്രി ചെയ്യേണ്ട ഓൾറെഡി എൻ്റെ എൻട്രി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, കയറാം, കുറേ പരിചയമുള്ള മുഖങ്ങളെ കാണാം. അപ്പോൾ 4ാമത്തെ ഫ്ലോറിലേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. യെസ്, എൻട്രി ചോദിച്ചൊക്കെ 4ാമത്തെ ഫ്ലോറിലേക്ക് എത്തണം. ഞങ്ങൾ ഫ്ലൈറ്റിലാണ് വന്നത്. കാലത്ത് ഇവിടെ എത്തി, ഇവിടെ റൂം എടുത്തു, ഫ്രഷപ്പൊക്കെ ആയി. ഇനി കയറാം. ഈ സ്ക്രീൻഷോട്ട് ലിയേ ഈരാ നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ബാൻഡ് ഇതുപോലെ എൻട്രി കാർഡൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. യെസ്, ഭയങ്കര ബിസി എല്ലാവരും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ. നന്നായി പോസ് ചെയ്തോട്ടാ, നന്നായി പോസ് ചെയ്തോ. ഫോട്ടോഗ്രാഫറിനെ കാണണ്ടേ? ഓക്കെ, ഇനി നമുക്ക് അകത്ത് പോയി നോക്കാം എന്തൊക്കെയാണ്. ഫോട്ടോഷൂട്ട് സെക്ഷനാണ്. കുറേ പേര് വെയിറ്റിംഗ് ആണ്. അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് കാണിച്ചു കൊടുത്താൽ ആരൊക്കെ വെയിറ്റിങ്ങിലാണ് നിൽക്കണേന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നതല്ലേ, ഒക്കെ തല തിരിച്ചു വിട്ടാ. എന്നാലും ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തൊരു സെക്ഷനിലേക്ക്. മെയിനായിട്ട് ഫുഡാണ്. അങ്ങോട്ട് പോട്ടാ ഞാൻ ആദ്യം. ഇവിടെ എന്തോരം തിരക്കാണ്, എന്തോരം ക്രിയേറ്റേഴ്സ് ആയിരിക്കുന്നത്. വാവ്. അപ്പോൾ ഡേറ്റൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ? ഇവിടെ എന്താ പരിപാടി? കുറേ പേര് ബിസിയാണ്. ഓരോരുത്തരായിട്ട് നമ്മുടെ ശരത്തുണ്ട്. ഇവരൊക്കെ ഭയങ്കര ബിസിയാണ് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. വ്ളോഗിൻ്റെ ഇടയിൽ ഒരു വ്ളോഗ്. Hi, we have more Malayalis. Yes. ഇവന്റെ ഒരു ഓടി വന്നു. Hi, thank you. ഇവന്റെ ഫാനാണ് ഞാൻ. എടാ നിങ്ങളുടെയൊക്കെ ഫാനാണോ? ഇവന്റെ ഫാനൊന്നും ആയിക്കോട്ടെ. ഇല്ല, ഇവനെ ആക്ച്വലി ഇവനെ ഫോളോ ചെയ്യുന്നതാണ്. ഇവന്റെ കോണ്ടന്റ്, ഇവന് കോമഡി കോണ്ടന്റ് ആണ്. ഇവൻ മോനു ആണ്. വൈൻസ് ഓഫ് മോനു അല്ലേ? വൈൻസ് ഓഫ് മോനു. പക്ഷെ എന്റെ പേര് വന്നിട്ട് റോബിൻ ആണ് കേട്ടോ. അപ്പൊ ഇവനെ ഞാൻ ഇവനെ കണ്ടിട്ട് എനിക്കിവനറിയാം. ഞാൻ ഓടി. അതെ, നമ്മൾ കുറെ ക്രിയേറ്റേഴ്സ് കാണുമ്പോൾ പേര് എന്റെ തലയിൽ നിൽക്കുന്നത്. ഞാൻ പേരിന് വീക്കാണ് ഞാൻ ഭയങ്കര. അപ്പൊ ഞാൻ വന്ന് സംസാരിച്ചു. ഭയങ്കര ഫാനാണ് ഇവന്റെ. നമ്മൾ കാണും, ചിരിക്കും, ഷെയർ ചെയ്യും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. അതെ, ഞാൻ ലൈക്ക് അടിക്കും, കമന്റ് അടിക്കും. ഞാൻ ഭയങ്കര ഹാർഡ് കോർ ഫോളോ പറയൂ പറയൂ. ഒന്നുമില്ല. ഫസ്റ്റ് ചോദിച്ചില്ലേ ബംഗാളി വഴക്കിട്ട് പോയല്ലേ? ഇല്ല, പറയൂ, കേക്കട്ടെ. ക്രിയേറ്ററിനെ പറ്റി പറയൂ. ഗൂഗിൾ വിളിച്ച് ഞാൻ ചെയ്യുന്ന ക്രിറ്റിസിസം, ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ന്യൂസ്. ഓക്കെ, എന്താ ചാനലിന്റെ പേര്? ഞാൻ കണ്ട്, എനിക്കറിയാം ചാനലിന്റെ പേര്. ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പേര് എൻ്റെ ഒരുപാട് പേര് കാണുന്നതാണ്. ഞാൻ നിന്റെ ചാനലിന്റെ പേര് ചോദിക്കുന്നത് കുറേ സോനി. ഞാൻ മോനെ ഒരു ബന്ധുക്കളായി. എവിടെ മോനെ? ഒരു ശരിക്കും നോയൽ പറയും. നോയല് ഗാഡ്ജറ്റ്സ് ആൻഡ് ടെക് റിലേറ്റഡ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയും. കൂടുതലൊരു 20 വയസ്സിന് താഴെയുള്ള കൂടുതൽ വീഡിയോസ് കാണാം. ഇതെന്താണ് ഞാൻ കാണാത്ത? ചേച്ചിയുടെ ഏജ് പറഞ്ഞപ്പോൾ ഞാൻ 26 പറഞ്ഞിട്ടുള്ളൂ. അതോടെ ഞാൻ ഇവനെ എന്റെ സ്വന്തം അനിയനെടുത്ത് ദത്തെടുത്തു. അതെ, മുത്താണോ മുത്ത്? ഹായ്, പേര് പറഞ്ഞേ? പാർവതി നന്ദു ചാനലിന്റെ പേര്. അഞ്ജന ഇള്ളോളം. ഇവിടെ ഭയങ്കര ഫുഡ് അടിയാണല്ലേ. എനിക്കൊന്നും കിട്ടിയില്ലടാ. എന്തൊക്കെയുള്ളത് നോക്കാം നമുക്ക്. എന്തായാലും ടീ, കോഫി, ബിസ്ക്കറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ് സാൻഡ്വിച്ച് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എന്തായാലും അത്യാവശ്യം തിരക്കുണ്ട്. ഇതും ഒരു മലയാളിയാണ് അല്ലേ?
മലയാളിയുടെ പേര് പറഞ്ഞേ. എൽദോ. എൽദോ ചേട്ടനാണോ? ഹായ്, എൻ്റെ പേര് എൽദോ എന്നാണ്. ചാനലിൻ്റെ പേര് ആൽബിൻ അലോന എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റിയത് എല്ലാവർക്കും വളരെ സ്ഥലം അങ്കമാലി. നെടുമ്പാശ്ശേരി. ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് തുടങ്ങിയതാണ്. എന്തായാലും സന്തോഷമുണ്ട് ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതിന് കുറച്ച് നമ്മൾ മലയാളികളും കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ വെച്ച് മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ കുറച്ച് ഇവിടെ ഉള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പിന്നെയാണ് ഇവരൊക്കെ പരിചയപ്പെടാൻ സാധിച്ചത്. അപ്പോൾ മലയാളികളും കണ്ടതിലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഫുൾ മലയാളീസ് ഇവിടെ കൂടിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ അല്ലേ? എല്ലാവരും കൂടിയിട്ടാ അല്ല? എല്ലാവരും എന്ന് പറയണമെന്നൊക്കെ ഉണ്ട്, ഓളി ഉണ്ടെന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത്തിരി സൈലന്റ് കീപ്പ് ചെയ്യേണ്ട അവസ്ഥയായിട്ടുണ്ട്. ശരി ശരി, തുടങ്ങാം. 1 2 3. വേറെ രക്ഷയില്ല കേട്ടോ മക്കളെ, സോറി. നമ്മുടെ ഇവന്റ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ എന്തൊക്കെ ക്ലാസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല. എന്തായാലും നോക്കട്ടെ നമുക്ക്. സീറ്റും ഫുള്ളാണ്. ആകെ കുറച്ച് പേരുള്ളൂ. In the first row, like 3 people were napping. In the back one, they were clapping all the time. Which we were clapping. Now everyone, they're standing. Okay, how many of you are from Andhra Pradesh, Telugu people? Oh, very few. ఏంటి ఇది representation అసలు? Kerala. Yay! Atul sir would be proud of you. ഫുഡ് ടൈം. ഞാൻ വരുമ്പോഴേക്കും ഇവിടെ ക്യൂ ആയി. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ക്യൂ എവിടെ എന്തൊക്കെയാണ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നോക്കാം. ഒരൊറ്റ പ്ലേറ്റിൽ അടിപൊളി എന്തൊക്കെയോ കുറേ ഉണ്ട്. കുറച്ച് എടുത്തിട്ടുള്ളൂ അല്ലേ? അതെ, മട്ടൻ ബിരിയാണി കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് പേരിന് കാണിക്കാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. ഒരുമിച്ച് എടുത്ത് കഴിക്കാൻ പറ്റില്ല. ചപ്പാത്തി ഉണ്ട്, പിന്നെ എടുത്തിട്ടത് ഇതെന്താ പൊറോട്ടയാ? റൊട്ടി. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? എന്താണ് പയറുകുട്ടി എടുത്തോണ്ടിരിക്കണേ? അച്ചാറ്. ഇതെന്താ വെച്ചാ ഫുഡ് വേണം. ആദ്യം നമ്മൾ എന്താണെന്നുള്ളത് കാണിക്കട്ടെ. നെയ്യാണ്. അപ്പുറത്തെ എന്താ തുറന്നേ? നാരങ്ങച്ചാറ്, മാങ്ങാച്ചാറ്. ഇത് കേസരി ഹൽവ അല്ലേ? എവിടെ എഴുതിയിരിക്കണേ? മാംഗോ ദാൽ ഹൽവ. അപ്പം അതായി. ഇനി ഇവിടെ എന്താ? ഇവിടെ സാധാരണ ചോറ്, പിന്നെന്താ ഹൈദരാബാദി ബിരിയാണി, പിന്നെ ഇത് ദാല്, ഇതെന്താ പനീർ കേട്ടോ, പനീർ കറി. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തില്ലേ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എടുക്കണം. ഇതെന്താ സംഭവം? എന്തൊക്കെ ഏഷ്യൻ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ കുറെ പച്ചയും കറുപ്പൊക്കെ കാണുന്നുണ്ട്. എന്താ ഐഡിയ ഇല്ല. ഒന്ന് ഇളക്കി നോക്കിയാ അല്ല, എൻ്റെ 2 കൈയും ബിസിയാടാ. ഇതെന്താന്ന് ഇളക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതെന്താ സംഭവം? ഇത് പിന്നെ നൂഡിൽസ്, പിന്നെന്തൊക്കെയോ ഉണ്ട്. ഇവിടെ കുറെ തിരക്ക് കാണുന്നുണ്ട്. ഇവിടെ എന്താണ് ചോദിക്കട്ടെ? ഇവിടെ ഇത്രമാത്രം തിരക്ക് എന്തിനാ? നൂഡിൽസ്, റൈസ്, സോസ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പം നോൺ വെജിറ്റേറിയൻ, അതാണ് ഇത്രയും തിരക്ക്. ഇനി കുറച്ച് ഫുഡ് ഞങ്ങൾ പോയി എടുക്കട്ടെ. ഇതെന്താ? റായ്ത്ത ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ക്യൂ നിൽക്കണം ഇനി. അയ്യോ, ലൈൻ കൂടി. എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞടാ. ഹായ്. നമ്മുടെ സ്വന്തം തൃശ്ശൂർകാരെ. ശരി. എന്താണ്? സർക്കിൾ. ഹായ്, ഹലോ, സിജോ, മിസ്റ്റർ ജോർജ്. കോമഡി വീഡിയോസ് ഓൺലി കോമഡി വീഡിയോസ്. അതെ, കയറി നോക്കിയാൽ മതി. ഇപ്പം അധികം വീഡിയോ ചെയ്യാറില്ല. ശരി, ഞാനുണ്ടാ പിന്നില്. യെസ്, അങ്ങനെ നമ്മുടെ സെഷൻസ് ഫസ്റ്റ് മോർണിംഗ് സെഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് 1 hour സെഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എല്ലാവരും ലഞ്ച് ബ്രേക്ക്. എല്ലാവരും ലഞ്ച് ബ്രേക്കിൽ നല്ല അടിപൊളി മട്ടൻ ബിരിയാണി. ഞാൻ ഹൈദരാബാദി മട്ടൻ ബിരിയാണി കാണിച്ചിട്ടെ. ഇന്നത്തെ എന്തൊക്കെയുണ്ട് കഴിക്കാന്ന് കാണിച്ചുതരാവേ. ഇവിടെ നമുക്ക് ഹൈദരാബാദി ബിരിയാണി ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ബ്രോക്കോളിയുടെ എന്തോ സാധനങ്ങളുണ്ട്, പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് കാണിച്ചിരുന്നതായിരിക്കും ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അപ്പം നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബിരിയാണിയാണ് അല്ലേടാ?
ബിരിയാണി എവരിബഡി ബിരിയാണി അല്ലേ? ഉണ്ട്. ഓ അതെ, എല്ലാവരും മൊത്തത്തിലൊരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ നമുക്ക് പയ്യെ കഴിച്ചു കൊടുക്കാം, അതൊക്കെ നല്ലത്. എല്ലാവർക്കും നല്ല അടിപൊളി ടാസ്ക് കൊടുത്തു കേട്ടോ. എനിക്കടക്കം 3 ആളെ പരിചയപ്പെടണം, അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം, അവരുടെ ലാംഗ്വേജിലുള്ള ഓരോരോ വാക്കുകൾ നമുക്ക് സംസാരിച്ച് അതിൻ്റെ എന്താണെന്നുള്ള ഉള്ളിൽ ചെന്ന് പറയണം. അതിൽ കുറേയൊക്കെ മലയാളീസ് ഉണ്ട്. ഇവർ പിന്നെ വെറുതെ നിൽക്കാണ്, ഉള്ളിലേക്കൊന്നും പോവാണ്ട്. ഇതാ കുറേ പേരൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനെനിക്ക് ഇവിടെ ബ്ലോഗേഴ്സ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് നമ്മുടെ മലയാളീസ്. മലയാളികളെ പരിചയപ്പെടാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, 46, my 46. നമ്മുടെ ഇഷ്ടമുള്ള ഏത് വാക്ക് വേണമെങ്കിലും നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഓൾവേസ് ഷെയർ വാട്ട് യു ഫീൽ, ലൈഫ് ഈസ് ഷെൽമി. ഇതാണ് ബി പോസിറ്റീവ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് നമുക്ക് ഇവിടെ പാസ് ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്, ടാസ്ക് നമ്മൾ ജയിച്ചു. നമുക്ക് കിട്ടിയത് ഒരു സിംഗപ്പൂർ തൊപ്പിയാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിന് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ യൂട്യൂബിൻ്റെ ഭാഗത്ത്. ഓ യെസ്, അങ്ങനെ വിന്നറായതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. പിന്നെ ഇപ്പോൾ ടീ ടൈമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കുള്ളത് നോക്കാം. വാനില കപ്പ് കേക്ക്, പേസ്ട്രി, ഡച്ച് പേസ്ട്രി, പിന്നെ ഇപ്പുറത്തെ സൈഡ് എന്താ ബട്ടർ സ്കോച്ചിൻ്റെ കപ്പ് കേക്ക്, റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക്. ഇവിടെ എന്തൊക്കെയോ തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. കിട്ടിയിട്ടില്ലാത്തതിൻ്റെ ഒരു വിഷമമാണ് കേട്ടോ. ഇവിടെ കിട്ടിയിട്ടില്ലാത്തതിൻ്റെ ഒരു വിഷമമാണ്. ആക്ച്വലി നമ്മൾ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതും കൂടി കിട്ടി. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലാണ് ഇത് കിട്ടുള്ളൂ. ആക്ച്വലി ഐ എം സ്പീക്കിംഗ് മലയാളം. അപ്പോൾ അതിൻ്റെ ഒരു തർക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ചായ പരിപാടി ഉണ്ട് ഇവിടെ. ഇത് കുറച്ച് എനിക്ക് യൂണിക്കായിട്ട് വെച്ച് തോന്നിയിട്ട് ഇവരുടെ ഈ ഒരു ഡ്രസ്സ് സ്റ്റൈല്, തലക്കെട്ട പാപ്പൻ തമിഴ്നാട്ടിലത്തെയാണെന്ന് തോന്നുന്നില്ല, ചെന്നൈ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഇവിടെ എന്താണ്, ടീ, കോഫി, തനി മലയാളീസ്. ഇവിടെ സമോസ ഒക്കെ ഉണ്ട്, അത് മറന്നു. ഇതെന്താ, പപ്സ് ഉണ്ട്, വെജിറ്റബിൾ. പിന്നെ ഇത് സമോസ, ചിക്കൻ സമോസ. ഇത് ഫ്രൈഡ് ഫിഷ് ഫിംഗർ, അതിൻ്റെ സോസസ് ആണ്. ഓക്കെ, വീഡിയോ എടുക്കലാണ് നമ്മുടെ പ്രധാന പണി അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് ആരും കാണാണ്ട് അല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ആരും കാണാണ്ട് വേണം ഞങ്ങൾക്ക് ഇതൊക്കെ ഇരുന്ന് വെട്ടി. അതെ, യെസ്, നമ്മൾ ഫുൾ മലയാളീസ്. ഇവിടെ കൂടാനുള്ള റീസൺ എന്താണെന്നറിയോ? സിൽവറിനേക്കാളും വലിയ ബട്ടൺ, ഗോൾഡൻ പ്ലേ ബട്ടനാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ചെറിയ അസൂയൊക്കെ ഉണ്ട്, എന്നാലും സാരില്ല, നമ്മൾ മലയാളികൾക്കാണല്ലോ ഈ ഒരു ബട്ടൺ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതാ ഫുൾ ഞങ്ങള് ഓപ്പൺ ഓപ്പൺ. യെസ്, അൺബോക്സ് ചെയ്തോ. യെസ്, ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുകയാണ്. ഹസ്ബൻഡ് അല്ലേ കൂടെ ഇരിക്കണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അവിടെ ഇരിക്കാണ്. അങ്ങനെ യെസ്, ചാനലിന്റെ പേര് ചോദിച്ചില്ലേ? ചാനലിന്റെ പേര് യെസ്, അതൊന്ന് മുകളിലേക്ക് പൊന്തിച്ചേ. യെസ്, ഇതാണ് ചാനലിന്റെ പേര്. കോൺഗ്രാറ്റുലേഷൻ യു ഗൈസ്. അപ്പം നമ്മുടെ ഏകദേശമൊക്കെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടും. കുറേ ടാസ്കൊക്കെ ഒപ്പിച്ചിട്ടാണ് ഈ ഒരു വലിയ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. യു വോണ്ട് ദിസ് നോ? ഓക്കെ, ഇത് നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു. അടിപൊളി സംഭവമാണ്. എന്താണ് തുറന്നു നോക്കിയാലാണ് അറിയല്ലോ. എല്ലാവർക്കും കിട്ടിയില്ലേ? ഇതാ ഇത് അൺബോക്സിങ് ചെയ്യാനല്ല, എന്തായാലും അത് ട്രെയിനിൽ ഞാൻ പോണ സമയത്ത് ഞാൻ പൊളിച്ച് കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ കാര്യമായിട്ടൊന്നും ഇതിന് വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച ആ ഒരു ഡ്രസ്സ് വെച്ചിട്ട് തന്നെ ചെയ്ത, കാരണം ഡെയിലി ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക് ഔട്ട്ഫിറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. ഒരു സമയം കിട്ടിയില്ല. മിന്ത്രയിൽ നിന്ന് 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായില്ല, ഒരു ചീപ്പ് ക്വാളിറ്റിയിൽ വന്നപ്പോൾ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവെൻറ്റിൻ്റെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ സാൻഡൽ സൂപ്പറാട്ടോ, ഷൂട്ടോപ്പിയ എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ്. അടിപൊളിയാണ്, ഫിറ്റിംഗ്
സൂപ്പർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ബോക്സിലുള്ള സംഭവം അതൊരു എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്നത്. അതെന്തായാലും നമുക്ക് അവിടെ ചെന്ന് പൊട്ടിക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനൊരു പ്ലാനില്ല. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ ഉമ്മമുത്തലും ബോഡി ഇല്ലാണ്ട് ഇവിടെ ബോഡി ബിൽഡിങ് ഒന്നുകൂടി അത് പറഞ്ഞപ്പോഴേക്കും വേഗം നിർത്തി കഴിഞ്ഞ. അതെ, അത്രയാണ് ഗൈസ് ഉണ്ടായത്. അത്രയാണ് അതാണ് സംഭവിച്ചത് ഇവിടെ. ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ചേച്ചിനെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാം. ചാനലിന്റെ പേര് പറഞ്ഞ 365 സ്റ്റോറീസ്. അതാണ്. ബോക്സ് പൊട്ടിക്കണ്ടേ? ബോക്സ് പൊട്ടിക്കണം. വലിയ വിഷമത്തില്ല. വീട്ടിൽ ചിലപ്പോ കാണാതെ പൊട്ടിക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് കാണാം. ഹലോ, ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനും ഷെൽമിയും ഷെൽമിയുടെ ഹസ്ബൻഡും ചേട്ടാ ഇരുട്ടാണോ തന്നെ ശരിക്കും കാണുന്നത്. അതിനുള്ള പണിയാണ് കാണിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ക്യാബ് കിട്ടി. അപ്പോൾ എന്റെ വീട്ടിലേക്ക് പോണ വഴിയാണ് ഇവർ റെയിൽവേ സ്റ്റേഷൻ. അവർക്ക് ഇന്ന് സ്റ്റേഷൻ ലൈക്ക് ട്രെയിനാണ് 7:30. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ പെരുവഴിയിൽ ഇങ്ങനെ ഇറക്കി വിടാൻ. ഞാൻ പറയായിരുന്നു രാവിലെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഇന്നലെ എനിക്ക് വിളിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ തിരക്കിലായി പോയി. അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ചേഞ്ച് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ അടുത്താണുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അടുത്തല്ല. നമ്മൾ ഇവിടെ വന്നിട്ടാണ് വീട്ടിൽ വരുന്നത്. അല്ല, അത് കുഴപ്പമില്ല. ഞാനും ഇത്തിരി തിരക്കിൽ പെട്ടു. അതാണ് ഇന്നലെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഓട്ടത്തിന്റെ ഇടയിൽ ഓർത്ത് ഷെൽമി വരണുണ്ടോന്ന് ചോദിക്കണം. ഇന്നലെ നല്ലൊരു ഇവന്റും മിസ് ചെയ്യേണ്ടി വന്നു. കോഴിക്കോട് നല്ല അടിപൊളി പ്രോഗ്രാം നടക്കണ്ടായിരുന്നു. ഒരു ഇവന്റ് അതും മിസ് ചെയ്തു. അതെ, ഇനിയിപ്പോ വരുമല്ലോ നമ്മൾ വീണ്ടും ബാംഗ്ലൂർ വരുമല്ലോ. നമ്മൾ യൂട്യൂബേഴ്സ് ആയി ഇരിക്കുന്ന കാലം തൊട്ട് പരിപാടി തന്നെയാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ നെക്സ്റ്റ് ടൈം വീട്ടിലേക്ക് വരും കേട്ടോ. സെറ്റല്ലേ? വരുമ്പോ അങ്ങോട്ടും വരാം ഉറപ്പായിട്ടും. ഇറങ്ങണതിന്റെ ഒരു വീഡിയോ. ചേട്ടാ ബൈ. എത്തുമ്പോ പറയട്ടാ. ബൈ. എത്തിയിട്ട് അറിയിക്കാം. ഓക്കെ ബൈ. അങ്ങനെ ട്രെയിനിൽ വെച്ചിട്ട് അൺബോക്സിങ് ചെയ്യാൻ പോകണം. 3 കിട്ടിക്കുന്നത് അല്ലാട്ടാ, പറ്റിച്ചതാണ്. ആക്ച്വലി ഒരെണ്ണം ഇവരുടെയാണ്. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി. ഹലോ, ഞാൻ സോണി. അതെ, ട്രിവാൻഡ്രം, പാലക്കാട്. അപ്പൊ പാലക്കാട് ഇറങ്ങും. അപ്പൊ ചാനലിന്റെ പേരും കൂടി പറഞ്ഞു. അപ്പൊ സോണി സുജിത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. അപ്പൊ ഇതെന്തായാലും അവര് വീട്ടിൽ ചെന്ന് ബോക്സ് പൊട്ടിച്ചോട്ടെ. പക്ഷെ നമുക്കുള്ളത് നമ്മൾ എന്തായാലും അൺബോക്സ് ചെയ്ത് കാണണ്ടേ. അപ്പൊ ഇത് പറഞ്ഞാൽ ഷെൽമി ബ്ലോഗ്സ് ഹിന്ദി ചാനലിലേക്കുള്ളതും അതേപോലെ തന്നെ അടുത്തത് നമുക്ക് ലൈഫ് ഇസ് ഷെൽമി നമ്മുടെ മെയിൻ ചാനലിലും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതെന്തായാലും നമുക്ക് എല്ലാവരും കൂട്ടിയിട്ട് പൊട്ടിച്ചോ. ഒറ്റയ്ക്ക് പൊട്ടിക്കുമ്പോഴേക്ക് കുറച്ച് ടൈം കൂടും. അപ്പൊ എന്താണെന്നുള്ള ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പൊട്ടിക്കാനായിട്ട്. വല്ല ഗ്ലാസോ സ്റ്റെപ്പ് മുന്ത അങ്ങനത്തെ സംഭവമൊക്കെ ആയിരിക്കും. അവർക്ക് ഗസ് ചെയ്ത് അല്ല, ഓൾറെഡി നമുക്ക് ഇങ്ങനത്തെ യൂട്യൂബിന്റെ ഇവന്റിനൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. ഇനി അടിപൊളിയല്ലേ ഫ്രണ്ട് സൈഡൊക്കെ. ഹിയർ കംസ് ദി ഫൺ. യെസ്. അപ്പൊ ഇന്നത്തെ ഈവെന്റിന്റെ പ്രത്യേകതയും കൂടി പറഞ്ഞു കൊടുക്കണം നമുക്ക്. എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിച്ചോ. ബാക്ക് അതെ, ലിമിറ്റഡ് എഡിഷൻ. ഇത് തിരിച്ച് ഒരു കവർ പോലും ഇല്ല ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട്. ഇതേപോലെ പൊട്ടിക്കുമ്പോൾ വാവ്, സൂപ്പർബ്, അടിപൊളി. കോൺഗ്രാറ്റുലേഷൻ്റെ ഒരു നോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്കുള്ളതാട്ടോ. നിനക്കുള്ളത് നിന്റെ പെട്ടി പൊട്ടിക്കുമ്പോൾ കിട്ടും കേട്ടോ. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നത്തെ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല, അവിടെ ഇരിക്കട്ടെ. ഇനി എന്താണ് ഇതൊക്കെ? എന്താടാ? മൈക്ക്. വാവ്, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും സൂപ്പർ. അത്യാവശ്യമുള്ള കാര്യമാണ് ഞങ്ങൾക്ക് മൈക്ക് കേട്ടോ. ഇത് നമുക്ക് ഫോണിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്. ഇതെന്തായാലും ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരെണ്ണം മേടിച്ചുള്ളത്. എന്തായാലും ഇതൊരെണ്ണം കിട്ടിയത് നന്നായി. പിന്നെ എന്താണുള്ളത്? ഒരു ബാഗ് ഉണ്ട്, യൂട്യൂബിൻ്റെ പേരും പറഞ്ഞിട്ടുള്ളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബാഗ്. പിന്നെ ഇത് എനിക്ക് തോന്നണം ലൈറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. അടിപൊളി. ഇത് ബാക്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇത് LED ലൈറ്റ് പവർ അഡാപ്റ്റർ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. താങ്ക് യു സോ മച്ച്. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? നന്നായിട്ടുണ്ടല്ലേ? അപ്പൊ നിങ്ങളുടെ ആകാംക്ഷ തീർന്നില്ലേ? ഞാൻ ഇത് പൊട്ടിച്ചോട് കൂടിയിട്ട്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിന്റെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ
കുറേ കാര്യങ്ങളൊന്നും നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഷൂട്ട് കാര്യങ്ങളൊന്നും പാടില്ല. അല്ല, നിർബന്ധമുള്ള കാര്യമായിരുന്നു. നമുക്ക് പ്രൈവസി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതെ, പ്രൈവസി വേണമെന്ന് പറഞ്ഞു. കാരണം കുറച്ച് ആകെ ഒരു 150 ക്രിയേറ്റേഴ്സ്, 150-200 അതിന് മേലെ ഇല്ല, അത്രയും ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. ആ ഒരു പ്രോഗ്രാമിൽ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും നമ്മൾ പുറത്തേക്ക് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ പരിപാടി അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് കുറേ അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ഫുഡ്, ആ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അതാണ് ഇത് നമ്മുടെ മെയിൻ. എന്തായാലും അടിപൊളിയായി. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതൊക്കെ കിട്ടിയതിൻ്റെ മെയിൻ കാരണങ്ങൾ നിങ്ങളൊക്കെ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ചാനലിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ? സോണി സുജിത്ത്. സോണി സുജിത്ത്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കാണുന്നവര്. അതെ, എന്താ മെയിൻ ആയിട്ട് ഇടുന്നത്? ഷോർട്സ് ആണ്, കോമഡി വീഡിയോസ് ഒക്കെയാണ്. അതെ, കൂടുതൽ. അപ്പൊ കോമഡി കാണണമെങ്കിൽ അങ്ങോട്ട് പോവാ, ബിസിനസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരിക. അപ്പൊ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.